Yes, it's going to be hard, but it's going to be worth it. ഹായ് ഓൾ. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പഠനമാണ്. ആദ്യമേ എൻ്റെ കയ്യിലുള്ള ഒരു NCERT സമ്മറി ബുക്ക് എടുത്തിട്ട് പൊളിറ്റി പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് പൊളിറ്റി പഠിക്കാൻ എനിക്ക് കമ്പാരിറ്റീവ്ലി ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് പാടാണ്. സോ ഞാൻ ഓൾറെഡി വായിച്ച ചാപ്റ്റർ തന്നെ ഞാൻ റിവൈസ് ചെയ്യുവാണ്. അതിൻ്റെ ഫാക്ട്സ് എല്ലാം ഓർത്തിരിക്കണം. അപ്പം നല്ല നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുന്നു. അടുത്തായിട്ട് ഞാൻ പഠിക്കുന്നത് കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയർ ഞാൻ ഇതുപോലെ തന്നെ എൻ്റേതായ നോട്ട്സ് മേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ PDF നിന്നൊക്കെ പഠിക്കുന്നതിൽ എപ്പോഴും മെനക്കേടാണെങ്കിലും സ്വന്തമായിട്ടുള്ള നോട്ടാണെങ്കിൽ അത് ലോങ് ടേമിൽ ഗുണം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 20 ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിർത്തുവാണ്. കുറേ ഫാക്റ്റ് പഠിച്ച തലേ നിൽക്കില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഗ്രാമർ റൂൾസ് ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകാൻ വേണ്ടി മലയാളം ഇംഗ്ലീഷൊക്കെ ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാമർ റൂൾസ് എല്ലാം ഞാനൊന്ന് വായിച്ച് പഠിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഗ്രാമർ റൂൾസ് പഠിക്കാറുണ്ട്. ഞാൻ യൂട്യൂബിൽ ക്ലാസ് കണ്ട് മേക്ക് ചെയ്ത നോട്ടാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വരുമ്പോഴേക്കും. അടുത്തത് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഡിസ്ക്രിപ്റ്റീവും ഉണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന്. അപ്പം അതിന് എൻ്റെ കയ്യിൽ അരിഹന്തിൻ്റെ ബുക്കുണ്ട്. അതിൽ ഞാനിപ്പം പ്രസ്സിയാണ് നോക്കാൻ പോകുന്നത്. കാരണം നമുക്ക് നല്ല പ്രാക്ടീസ് വേണം പ്രസ്സി നമുക്ക് ചെയ്യണമെങ്കിൽ. അപ്പം ഞാൻ അതിലൊരു പാരഗ്രാഫ് വായിച്ച് ഞാൻ അണ്ടർലൈൻ ചെയ്യുവാണ്. അത് എൻ്റെ ഒരു എളുപ്പത്തിനാണ്. ബിക്കോസ് അതിൻ്റെ അകത്ത് ചില വേർഡ്സ് നമുക്ക് കണക്റ്റ് ആയാലാണ് നമുക്ക് എഴുതാൻ എളുപ്പം. അപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻസിന് അങ്ങനെ ചെയ്ത് നോക്കുന്നു. അതിനുശേഷം അതിൻ്റെ താഴത്തെ പാരഗ്രാഫും കൂടെ ഒന്ന് വായിച്ച് നോക്കണം. അവർ കൊടുത്തേക്കുന്നൊരു സാമ്പിൾ ആൻസറാണത്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ചു. സോ ബുക്കൊക്കെ എടുത്ത് ആ ആൻസർ അതുപടി ഞാൻ എഴുതുവാണ്. കാരണം നമുക്ക് ആ ഒരു ലാംഗ്വേജിൻ്റെ ഫ്ലോ കിട്ടാനായിട്ട് വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻസിനനുസരിച്ച് അങ്ങനെ ചെയ്യുന്നു. ലാസ്റ്റ് ഇനിയിപ്പം പഠിത്തം നിർത്തി ഞാൻ നോക്കുന്നത് ഇനിയിപ്പോൾ 7 ദിവസത്തെ പ്ലാനിൽ തീർക്കാനുണ്ട്. 24-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം, കുറച്ച് ടോപ്പർ സ്ട്രാറ്റജി കാണണം, അങ്ങനെയൊക്കെ. ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മഴ വരുന്നെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ കുറച്ച് നേരം പുറത്തിറങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.